ജ്യോതി, ഇനി നീ പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. എല്ലാ കാര്യവും ഓക്കെ അല്ലേ? സൂപ്പർ. ലാവണ്യ, എനിക്കിപ്പോ പേടിയാവോ. CCTV ക്യാമറയിൽ റെക്കോർഡ് ആയിട്ടുണ്ടാവോ? ഏയ്, ക്യാമറ റിപ്പയർ ആയതുകൊണ്ട് മാത്രം എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. ശരി ശരി. ഏയ്, പുറത്തെടുക്കാതെ നേരെ ടൈലർ റൂമിൽ കൊണ്ടുപോയി വിജിയുടെ ഹാൻഡ് ബാഗിനകത്ത് ഇതുകൊണ്ട് വെച്ചേക്ക്. ശരി. ഓ, ഇന്നത്തോടെ നിന്റെ ഇവിടുത്തെ ജോലി അവസാനിക്കുക. എന്തായി, വെച്ചല്ലോ അല്ലേ? വച്ചു. ശരി, സൂപ്പർ. ഓക്കെ, വാ നോക്കാം. എവിടെ? ഞാനിവിടെ വെച്ച് ഫോൺ കാണുന്നില്ലല്ലോ. ഇവിടെയാണല്ലോ ഞാൻ ഫോൺ വെച്ചത്. അല്ല, ഞാനിവിടെ ഒരു മൊബൈൽ വെച്ചിരുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ? ഇല്ലല്ലോ മാഡം, ഞാൻ കണ്ടില്ലല്ലോ. അല്ല മോളെ, ഞാൻ ഇവിടെയല്ലേ ഫോൺ വെച്ചത്. അത് വളരെ വിലയുള്ള ഫോണാ. എന്തു പറ്റി മാഡം? എന്താ അന്വേഷിക്കുന്നത്? എന്റെ 1.5 ലക്ഷം രൂപയുടെ ഫോണാ ഞാനിവിടെ വെച്ചത്. അതിപ്പോ കാണുന്നില്ല ഇവിടെ. കാണുന്നില്ലേ? ഇവിടെ തന്നെയാ വെച്ചത്. കാറിൽ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നതായിരിക്കും. ഒന്ന് ശരിക്കും നോക്ക്. ഞാൻ അകത്ത് വന്നിട്ട് ഇവിടെ നിന്നല്ലേ ഹസ്ബൻഡിനോട് സംസാരിച്ചത്. എന്നിട്ട് ഇവിടെ തന്നെയാ വെച്ചത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതെ വിജി, ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? ഇല്ല, ഇവരെ ഞാൻ തന്നെയാ ഡീൽ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഇവളാണോ എടുത്തത്? അതെ, ഇവിടെ ജോലി ചെയ്യുന്നവരെ കണ്ട ഫോൺ മോഷ്ടിക്കുന്ന ആൾക്കാരെ പോലെ തോന്നുന്നുണ്ടോ? ആവശ്യമില്ല അതോരെന്ന് പറയല്ലേ. ഈ കടയ്ക്കുള്ളിൽ വരുന്ന കസ്റ്റമേഴ്സിന്റെ സാധനങ്ങൾ നഷ്ടപ്പെട്ട അതിന് നിങ്ങൾ തന്നെ ഉത്തരവാദി. അല്ലേ പിന്നെ ഇവിടെ വെച്ച ഫോൺ എവിടെ പോയി? മാഡം, ഒന്ന് സമാധാനത്തിൽ ഇവിടേക്ക് ഒന്ന് അന്വേഷിച്ച് നോക്ക്. നിങ്ങളുടെ സൗകര്യത്തിന് ഓരോരുത്തർ കുറ്റം പറയാൻ നിൽക്കരുത്. അത് കേൾക്കുന്നവരുടെ മനസ്സിലെ വിഷമം എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അതെ, എനിക്ക് എന്റെ മൊബൈൽ വേണം. എന്റെ ഭർത്താവ് എനിക്ക് ബർത്ത്ഡേക്ക് വാങ്ങിച്ചു തന്നതാ. ദേ നോക്ക്, ഇവിടെ വെച്ച മൊബൈൽ കാണാതെ പോയെങ്കിൽ ആ കസ്റ്റമറെ ഡീൽ ചെയ്ത ആളോടാണ് ചോദിക്കേണ്ടത്. ഇവര് പറയുന്ന സ്ഥിതിക്ക് ഇവിടെയുള്ള എല്ലാരെയും പരിശോധിക്കേണ്ടി വരും. ഇവരാണെങ്കിൽ എല്ലാരും സംശയദൃഷ്ടിയോടെയല്ലേ നോക്കുന്നത്. ഞാൻ സംശയിക്കുന്നതിൽ എന്താ മേഡം തെറ്റുള്ളത്? കാണാതായത് എന്റെ മൊബൈലാ. ഈ പെണ്ണ് പോയപ്പോ ഈ പെണ്ണാ വന്നത്. ഈ പെണ്ണും ചിലപ്പോ എടുത്തിട്ടുണ്ടാകും. എന്നെ സംശയിക്കുകയാണോ നിങ്ങള്? ഇത് കണ്ടില്ലേ വിജയ്, നിന്നെ ഞാൻ സഹായിക്കാൻ വന്നിട്ട് ഈ കസ്റ്റമർ ഇപ്പൊ എന്നെ സംശയിക്കുക. ശരി, എന്തിനാ പ്രശ്നമാക്കുന്നത്? ഇവരുടെ ഫോൺ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കി ആ ഫോൺ എവിടെയാന്ന് അറിയാലോ. സന്തോഷ് മാധവ, അവരുടെ ഫോൺ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചേ. നിങ്ങളുടെ നമ്പർ ഒന്ന് പറഞ്ഞേ. ഇവിടെ എവിടെയോ ഉണ്ടല്ലോ. അതാ ആ സൈഡിൽ നിന്നാ കേൾക്കുന്നത്. അതെ അതെ, അവിടുന്ന് ശബ്ദം വരുന്നേ. അയ്യോ, ഇതാ എന്റെ ഫോൺ. ഇങ്ങോട്ടാ. ഇത് ആരുടെ ബാഗാ? ഇത് എന്റെ ബാഗ് തന്നെയാ. പക്ഷെ ഇതിന്റെ ഉള്ളിൽ എങ്ങനെ സെൽഫോൺ വന്നെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ല. എന്താടി, എന്റെ ഫോൺ കട്ടെടുത്ത് വെച്ചിട്ട് നിന്റെ ബാഗിൽ വന്നത് അറിയില്ലെന്ന് കള്ളം പറയുന്നോ? അല്ല, ഈ കടയിൽ ജോലി ചെയ്യുന്നതിന് നിനക്ക് ശമ്പളം തരുന്നില്ലേ? പിന്നെ എന്തിനാ കക്കുന്നത്? ഇതിനേക്കാളും നല്ലത് റോഡിലിരുന്ന് പിച്ച എടുത്ത് തിന്നുന്നതാ. കണ്ട കുടുംബത്തിൽ പിറന്ന പെണ്ണ. ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പാടില്ല. മാഡം, വായിൽ തോന്നിയതൊന്നും വിളിച്ചു പറയരുത്. നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് എനിക്ക് എന്താ ആവശ്യമുള്ളത്? എന്താ ആവശ്യമെന്നോ? എല്ലാം പണമല്ലേ. ഈ ഫോണ് ആർക്കെങ്കിലും വിറ്റ് കാശാക്കി നിന്റെ മോക്ക് വേണ്ടി ചെലവാക്കും. ആവശ്യമില്ലാതെ എന്റെ പ്രശ്നത്തിൽ ഇടപെടരുത്. ഇത് നിന്റെ മാത്രം പ്രശ്നമല്ല, ഈ കടയുടെ അന്തസ്സിന്റെ പ്രശ്നമാ.
ഇവരോട് എന്ത് മറുപടിയാണ് നീ പറയാൻ പോകുന്നത്? മാഡം, അനാവശ്യമായിട്ട് എന്റെ മേലെ പഴി ചാരരുത്. സത്യമായിട്ട് ഞാൻ നിങ്ങളുടെ ഫോൺ എടുത്തിട്ടില്ല. നീ എടുക്കാതെ എങ്ങനെയാ നിന്റെ ബാഗിൽ എന്റെ ഫോൺ വന്നത്? റെസ്റ്റ് റൂമിൽ പോയപ്പോ എന്റെ ഫോൺ എടുത്ത് നിന്റെ ബാഗിൽ വെച്ചിട്ട് ഇപ്പൊ നീ നല്ലവള് ചമയോ അല്ലേ? സത്യമായിട്ട് ഞാൻ മോഷ്ടിച്ചിട്ടില്ല മാഡം. ദയവ് ചെയ്ത് എന്റെ മേലെ കുറ്റം ചാരരുത്. നിന്നെ ശരിക്കും വെറുതെ വിടരുത്. പോലീസ് കംപ്ലൈന്റ് ചെയ്ത് നിന്നെ അകത്തിട്ടാലേ നീ പഠിക്കൂ. അയ്യോ പ്ലീസ്. മാഡം 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 ഒരു മിനിറ്റ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്തായാലും നിങ്ങളുടെ ഫോൺ തിരിച്ചു കിട്ടിയില്ലേ? പിന്നെ പോലീസിന് വിളിക്കേണ്ട കാര്യം എന്താ? നോക്ക്, വീണ്ടും വീണ്ടും ഞങ്ങളുടെ കടയിൽ ജോലി ചെയ്യുന്നവരെ കുറിച്ച് ഇങ്ങനെ പറയരുത്. ഈ കുട്ടിയെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് എന്തുമാത്രം വിഷമമുണ്ടാവും. നിങ്ങളുടെ ഓണറേ എന്റെ ഭർത്താവിന്റെ ഫ്രണ്ടാ. നിങ്ങൾ എല്ലാരും ഇതിന് മറുപടി പറയേണ്ടി വരും. ഹലോ ഞാൻ ബിജി, താനങ്ങനെ വിഷമിക്കാതെ നമുക്ക് നോക്കാം. ദേവയാനി, പറയൂ. നിന്റെ മനോവിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാ വിക്രമന്റെ കല്യാണക്കാര്യത്തിൽ വാശിയിൽ തന്നെ എപ്പോഴും ഉള്ളത്. അത് ശരിയാ. പക്ഷെ അവൻ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കിയൊന്നും എനിക്കറിയില്ല. എനിക്കെന്തോ കുറച്ച് ദിവസത്തേക്ക് അവനോട് ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കേണ്ടതാണ് തോന്നുന്നേ. അതിനെങ്ങനെ നമുക്ക് കഴിയും? അവൻ നമ്മുടെ മോനല്ലേ. അവന്റെ ജീവിതം നന്നായിരിക്കണമെന്ന് എനിക്ക് ചിന്തിക്കാൻ പാടില്ലേ? നോക്ക്, നമ്മളെ കൊണ്ട് മാക്സിമം ശ്രമിച്ചു നോക്കിയതല്ലേ. അവന്റെ വാശിയിൽ ഒരു മാറ്റമില്ല. ഒരല്പം പോലും നമ്മൾ പറയുന്നവൻ കേൾക്കുന്നുമില്ല. എന്തു പറഞ്ഞാ അവനെ സമ്മതിപ്പിക്കാന്ന് എനിക്കറിയില്ല. എനിക്കെന്തോ അവന് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നേ. നമ്മൾ പല വർഷങ്ങളായിട്ട് പറയുന്നതല്ലേ. പക്ഷേ അവൻ പിടിതരാതെ മാറിപ്പോവല്ലേ. എന്തുമാത്രാ വിജയലക്ഷ്മി ഇവനെ വേദനിപ്പിച്ചിട്ടുണ്ടെന്നറിയോ? അതുകൊണ്ടാണ് അവന് കല്യാണം എന്ന ചടങ്ങിനോടുള്ള വിശ്വാസവും താല്പര്യവും നഷ്ടമായത്. അവൻ അവന്റെ ജീവിതത്തിലെ കവിനെയല്ലാതെ മറ്റാരെയും ഉൾക്കൊള്ളാൻ തയ്യാറല്ലെന്ന് എനിക്ക് തോന്നുന്നേ. അല്ല, നമ്മൾ അവന്റെ മോന്റെ കാര്യം കൂടെ ചിന്തിച്ചോണ്ടല്ലേ സംസാരിക്കുന്നത്? അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവനത് മനസ്സിലാക്കി